ആകാശത്തു നിന്ന് മഴ പെയ്യുകയാണ്. പെയ്യുന്നത് പ്ലാസ്റ്റിക് ആണ്. ആകെ പ്ലാസ്റ്റിക് നിറഞ്ഞു കിടക്കുകയാണ്. ഇത് എങ്ങനെ സംഭവിച്ചതെന്ന് നോക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മീൻ പിടിക്കാൻ ഒരു ബോട്ട് കടലിലേക്ക് പോയി. അവർ വല വിരിച്ച് മീനിനെ മുകളിലേക്ക് ഉയർത്തി. എന്നാൽ അതിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുകയാണ്. ഒരു ഭീകരജീവി വലയിലകപ്പെട്ടു. ഒരാൾ തോക്കുകൊണ്ട് അതിനെ വെടിവെച്ചു. ആ ജീവിയുടെ ശരീരം സർക്കാർ ഏജൻസികൾക്ക് ലഭിച്ചു. അതൊരു സമുദ്രജീവിയാണെന്ന് കണ്ടെത്തി. അവർ പഠനത്തിനായി ആ ജീവികളുടെ ശരീരം അവിടെ സൂക്ഷിച്ചു. അവിടെ 2 പേർ കാവൽ നിന്നു. എന്നാൽ ആ നിന്നയിടം ചെളി കൊണ്ട് നിറഞ്ഞു. അവരിൽ ഒരാൾ ആ ചെളിയിൽ പൂണ്ട് നിലത്തേക്ക് താഴ്ന്നു. അവളെ രക്ഷിക്കാൻ ശ്രമിച്ചവനും ആ ചെളിയിൽ താണുപോയി. ആ ചെളിയിൽ നിന്നും ഒരു ജീവി ഉയർന്നു വന്ന് ആ ശരീരവുമായി പോയി. ഇതറിഞ്ഞ് ബാക്കി ആളുകളെത്തി. ജീവിയെ കാണാതായി. നോക്കിയപ്പോൾ തറയെല്ലാം പഴയ പോലെ തന്നെ. തറയൊക്കെ മാന്തി നോക്കിയപ്പോൾ ഒരു കൈ കണ്ടു. അങ്ങനെ അവർ ഒരു വലിയ ടണൽ നിർമ്മിച്ചു. സമുദ്രജലവുമായി ബന്ധിപ്പിച്ചു. ആ ടണൽ വഴി സമുദ്രജീവികൾ വന്നു. സമുദ്രജീവികൾ മനുഷ്യനുമായി സംസാരിക്കാൻ വേണ്ടി ഒരുക്കിയ പദ്ധതിയായിരുന്നു അത്. അങ്ങനെ സമുദ്രജീവികൾ മനുഷ്യനുമായി സംസാരിക്കാൻ തുടങ്ങി. ഒരു ഗ്ലാസ് സമുദ്രജലം കൊണ്ടുവരാൻ ആ ജീവി പറഞ്ഞു. അത് കൊണ്ടുവന്നപ്പോൾ അയാളോട് കുടിക്കാൻ പറഞ്ഞു. എന്നാൽ ആ അഴുക്ക് വെള്ളം കുടിക്കാൻ അയാൾ തയ്യാറായില്ല. എന്നാൽ മനുഷ്യന്മാർ മുഴുവൻ ഞങ്ങളുടെ വംശത്തെ ഇല്ലാതാക്കുകയാണ്. സമുദ്രജലം മുഴുവൻ മലിനമാക്കുകയുമാണ്. അതിനാൽ അതിൽ നിന്ന് മാറ്റമാണ് വേണ്ടതെന്ന് ആ ജീവി പറയുന്നു. മാത്രമല്ല സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലെ ആകാശപാത ഉപയോഗിക്കാൻ പാടില്ല എന്ന ആവശ്യവും അവർ മുന്നോട്ട് വെച്ച്. ഇത് അംഗീകരിക്കാൻ മനുഷ്യർ തയ്യാറായില്ല. കടലിലേക്ക് മാലിന്യം തള്ളുന്നത് നിർത്തിയില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ആ ജീവികൾ മുന്നറിയിപ്പ് നൽകി. ഉടനടി ആകാശം ഇരുണ്ടു. പ്ലാസ്റ്റിക് മഴയായി അത് ഭൂമിയിലേക്ക് പതിച്ചു. മനുഷ്യർ ഭയന്നോടി. മനുഷ്യർ ചെയ്യുന്നതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഇങ്ങനെ തിരിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.